പപ്പടവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പടം എടുക്കുമ്പോൾ പപ്പടം നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പടമൊക്കെ ആണെങ്കിൽ ആ പപ്പടം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പപ്പടം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പപ്പടവടയിലേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ അരച്ചെടുക്കണ പോലെ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അരച്ചെടുത്തേക്കണ മാവാണിത്. ഈ മാവിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എള്ള് വേണം, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 നുള്ള കായത്തിന്റെ പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വറുത്തെടുക്കാനുള്ള ഓയിലും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ പപ്പടവടയാക്കാന്ന്. ഈ അരി ഞാനിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് ദോശമാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം, എള്ള് ചേർക്കാം, ജീരകം ചേർക്കാം, 2 നുള്ള കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പപ്പടത്തിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. അപ്പം അതനുസരിച്ച് ഈ ബാറ്ററിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏറ്റവും ആദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ദോശമാവിൻ്റെ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. പപ്പടവട ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ആ മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഇപ്പം പപ്പടവട വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ പപ്പടം നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്ത വഴിക്ക് തന്നെ ആ പപ്പടം എടുത്തിട്ട് തിളച്ച ഓയിലിലേക്ക് ഇടണം. പപ്പടം ഒരു സമയത്തും ആ മാവിൽ കൂടുതൽ നേരം ഡിപ്പ് ചെയ്ത് വെക്കരുത്. ഈ പപ്പടം എടുത്തിട്ട് ഈ മാവിൽ ഡിപ്പ് ചെയ്യുക. ഈ പപ്പടം ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് പിടിക്കണം. അപ്പം ഇതിനകത്ത് ആ കൂടുതലുള്ള മാവൊക്കെ പുറത്തേക്ക് പോകും. ഇതെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാം. അപ്പം ഇതൊരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും തിരിച്ചിടാം. ഇപ്പോൾ പപ്പടവട 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള പപ്പടവും ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക. ഇപ്പോൾ പപ്പടവട റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം വരെ ഇത് കേടാവാതിരിക്കും.